ബ്ലെൻഡർ ബിഗിനർ സീരീസിന്റെ 5-ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് കേഴ്സർ. ആദ്യം തന്നെ നമുക്ക് എന്താണ് കേഴ്സർ നോക്കാം. കേഴ്സർ എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഈ ക്യൂബ് കാണുന്നില്ലേ, ക്യൂബിന്റെ സെൻട്രലായിട്ടൊരു പോയിന്റ് ഇല്ലേ, റൗണ്ട്, അതിനെയാണ് നമ്മൾ കേഴ്സർ എന്ന് വിളിക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു സ്ഫിയർ ആഡ് ചെയ്യുക. സ്ഫിയർ ആഡ് ചെയ്താൽ ഇത് എവിടെയാണ് വരുന്നത്? ആ ക്യൂബിന്റെ ഉള്ളിലാണ് വരുന്നത്. ഇനി ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ഒന്ന് പ്രസ് ചെയ്യുക. അവിടെ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പോയിന്റ് അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്കായി. ഇനി നിങ്ങൾ സെയിം ഒരു യുവി സ്ഫിയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഫിയർ ആ പോയിന്റിലാണ് വരിക. അപ്പോൾ 3D വ്യൂ പോർട്ടിൽ നിങ്ങൾക്ക് എവിടെയാണോ മെഷ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ ആഡ് ചെയ്യേണ്ടത് ആ 3D കേഴ്സർ അവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് മെഷ് ഒബ്ജക്റ്റ് വിൻഡോ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കേഴ്സറിന്റെ കുറച്ച് ഓപ്ഷൻസ് ആണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ഓപ്ഷൻസ് എന്നാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു 3-4 പറയുന്നത്. അപ്പോൾ ആദ്യം കേഴ്സർ ടു സെലക്റ്റഡ്. ഇപ്പൊ നമ്മൾ ഈ മങ്കീനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് കേഴ്സർ ടു സെലക്റ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ക്യൂബിൽ ഉണ്ടായിരുന്ന 3D കേഴ്സർ ഈ മങ്കിയിലേക്ക്. മനസ്സിലായോ? ഇനി എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാം സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്യുന്നത് ആക്റ്റീവ് ഒബ്ജക്റ്റ് ആണ്. ആക്റ്റീവ് ഒബ്ജക്റ്റ് എന്താന്ന് വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് അതിന്റെ കളർ ചെറുതായിട്ട് മാറ്റം ഉണ്ടാകും. ഈ മങ്കിന്റെ കളർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്നിട്ട് ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് കേഴ്സർ ടു ആക്റ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലേക്ക് കേഴ്സർ പോകും. ഇനി ഈ കാണുന്ന റോയിൽ നിന്ന് നിങ്ങൾ കേഴ്സർ ഉള്ള ഒരു റോയിലേക്ക് നിങ്ങളെ മെഷീനെ എത്തിക്കാൻ വേണ്ടി എസ് പ്രസ് ചെയ്യുക. കേഴ്സർ ടു സെലക്ഷൻ ഓഫ്സെറ്റ് കൊടുക്കുക. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്തിട്ട് കേഴ്സർ ടു സെലക്ഷൻ. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്നിന്റെ ഉള്ളിൽ തന്നെ എല്ലാം കൂടെ വരും. നേരത്തെ റോ ആയിട്ടാണ് കിട്ടിയതെങ്കിൽ ഇപ്പം എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. കണ്ടില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ ടു ആക്റ്റീവ്. അതിന് എല്ലാം മെഷ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്തിട്ട് സെലക്ഷൻ ടു ആക്റ്റീവ് കൊടുക്കുക. ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ മെഷിനെയും ആക്റ്റീവിലേക്ക് മെർജ് ചെയ്യും, മിക്സ് ആയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.